ഡൊണാൾഡ് ട്രംപ് തന്റെ മുൻഗാമി ജോ ബൈഡനിട്ട് പണിതാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇത് അതിനേക്കാൾ മുമ്പ് US പ്രസിഡന്റ് ആയിരുന്ന ഒബാമയ്ക്കിട്ടായിരുന്നു പണി. ആ പണി പക്ഷേ തിരിച്ച് തങ്ങളുടെ നേരെ ബൂമറാങ്ങായി വരുമെന്ന് അമേരിക്കക്കാർ ഒട്ടും കരുതിയതില്ല. അമേരിക്കയിൽ 2 ആഴ്ചയെ തുടർന്ന് ഗവൺമെന്റ് ഷട്ട് ഡൗൺ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? തന്റെ മുൻഗാമി ജോ ബൈഡന്റെ മുൻഗാമിയായ ഒബാമയ്ക്കെതിരെ ട്രംപിന്റെ അരിശവും ദേഷ്യവും അസൂയും ഒക്കെ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഒബാമ കറുത്തവർഗക്കാരനായി പോയി എന്നത് ട്രംപിന്റെ മറ്റൊരു അരിശം. തെല്ലൊന്നുമല്ല ട്രംപിനെ ഈ ഒബാമ ഫാക്ടർ അസ്വസ്ഥനാക്കുന്നത്. കാര്യം എന്താണ്? ഒബാമയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് കെയർ അമേരിക്കയിൽ വിജയകരമായി നടപ്പാക്കുന്നുണ്ട്. അത് അടച്ചു പൂട്ടിച്ചു. അത് പൂട്ടിച്ചപ്പോൾ ഡെമോക്രാറ്റുകൾ ട്രംപിന്റെ സർക്കാരിനെയും അങ്ങ് പൂട്ടിച്ചു. അതാണിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് US ഗവൺമെന്റ് ഷട്ട് ഡൗണിന് കാരണമായ യഥാർത്ഥ കാരണം. ഒബാമയെ US ജനതയ്ക്ക് മുന്നിൽ നാണം കെടുത്താൻ ട്രംപ് കണ്ട കുതന്ത്രം മെച്ചപ്പെടുത്തിയ അഫോർഡബിൾ കെയർ ആക്ട് എന്നറിയപ്പെടുന്ന ഒബാമ കെയർ ജനപ്രിയ സബ്സിഡികൾ അങ്ങ് കൂട്ടിക്കെട്ടി. ഇതോടെയാണ് ഡെമോക്രാറ്റുകൾ ട്രംപിനിട്ട് പണി കൊടുത്തത്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർധനവിൽ നിന്ന് ലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ സംരക്ഷിക്കണമെന്ന് ആദ്യമേ ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒബാമ കെയർ സബ്സിഡികൾ അതിനെ തുടരണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ സർക്കാർ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നതുവരെ ഈ ചർച്ചകൾ നടക്കില്ല, അത് മാറ്റിവെക്കണമെന്നാണ് ട്രംപും ട്രംപിന്റെ അനുകൂലികളും പറയുന്നത്. അപ്പോൾ ഒബാമ കെയർ സബ്സിഡികൾ തിരിച്ചു കൊണ്ടുവരാതെ US ഷട്ട് ഡൗൺ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ട്രംപ് ചിന്തിക്കുന്നത്. പക്ഷേ അതിന് ഡെമോക്രാറ്റുകൾ തയ്യാറുമല്ല. നിങ്ങൾ ഒബാമ കെയർ സബ്സിഡി തിരികെ കൊണ്ടുവരൂ, ഞങ്ങൾ ഭരണ സംവിധാനം വീണ്ടും പ്രവർത്തിക്കാൻ അനുമതി നൽകാം, ഫണ്ടിങ്ങിന് വോട്ട് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. നിലവിലെ പ്രതിസന്ധിയുടെ കാരണം ഈ അഫോർഡബിൾ കെയർ ആക്ട് ഒബാമ കെയർ തന്നെയാണ്. സബ്സിഡികൾ അവസാനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നടപടിയെടുത്തില്ലെങ്കിൽ ലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ഇൻഷുറൻസ് പ്രീമിയം ഇരട്ടിയാകുമെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്. ഒബാമ കെയർ പദ്ധതി നേരത്തെയും ഇതുപോലെ റദ്ദാക്കാൻ ശ്രമം നടത്തിയിരുന്നു. റിപ്പബ്ലിക്കന്മാർ ഈ വിഷയത്തിൽ അന്ന് കിണഞ്ഞ് പരിശ്രമിച്ചു, പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടിരുന്നു. ഡെമോക്രാറ്റുകൾ സർക്കാർ ഫണ്ട് പുനഃസ്ഥാപിക്കണമെങ്കിൽ അവരാവശ്യപ്പെടുന്നത് ഒബാമ കെയർ പദ്ധതി തിരികെ കൊണ്ടുവരിക എന്നത് മാത്രമാണ്. എന്നാൽ മാത്രമേ ഏത് ചർച്ചകളായാലും സർക്കാരിനുള്ള ഏത് ഫണ്ടിങ് ആയാലും നടക്കൂ എന്ന് അവർ വാശി പിടിക്കുമ്പോൾ ട്രംപ് മുട്ടുകുത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ട്രംപ് കൈറോയിലും പലയിടത്തും കറങ്ങി നടന്ന് മറ്റു ലോകരാജ്യങ്ങളുടെ സമാധാനവും ക്ഷേമവും വെടിനിർത്തലും ഒക്കെ നിരന്തരമായി ക്ഷേമം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തർക്കങ്ങൾക്കിടയിൽ അമേരിക്കയിലെ സർക്കാർ ജീവനക്കാരുടെ പിരിച്ചുവിടലുകൾ തകൃതിയായി നടക്കുന്നു. സൈനികരുടെ ശമ്പളം മുടങ്ങി, ആരോഗ്യ സംരക്ഷണ നയങ്ങളിലെ മാറ്റങ്ങൾ, ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇതെല്ലാം കടുത്ത ആശങ്കയാണെന്ന് മാധ്യമങ്ങളും വെണ്ടയ്ക്ക ആശുപത്രി റിപ്പോർട്ട് ചെയ്തിട്ടും ട്രംപിനൊരു കുലുക്കവുമില്ല. ശമ്പളം മുടങ്ങുമെന്ന ആശങ്ക വർദ്ധിച്ചതോടെ സൈനികർക്ക് ശമ്പളം നൽകാനായി $8 ബില്യൺ അനുവദിക്കണമെന്ന് ട്രംപ് പ്രതിരോധ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പീക്കർ ജോൺസണും വൈസ് പ്രസിഡന്റ് JD വാൻസും ഈ ആവശ്യത്തെ പിന്തുണച്ചു. കാരണം സൈന്യമില്ലെങ്കിൽ അമേരിക്ക ഇല്ല, സൈന്യമില്ലെങ്കിൽ വാൻസ് ഇല്ല, സൈന്യമില്ലെങ്കിൽ ട്രംപ് ഇല്ല, വൈറ്റ് ഹൗസുമില്ല, സെനറ്റുമില്ല. അവർ പിണങ്ങും. അമേരിക്കൻ സൈന്യം പിണങ്ങിയാൽ എന്താകും സംഭവിക്കുക എന്ന് ട്രംപിനും അറിയാം, വാൻസിനും അറിയാം. ചരിത്രത്തിൽ ഇതേപോലെ നടക്കാത്ത പല സംഭവങ്ങളും അമേരിക്കയിൽ നടന്നേക്കാം സൈനികർക്ക് ശമ്പളം മുടങ്ങിയാൽ. അത് ട്രംപിന് മനസ്സിലാകത്തോണ്ടെന്നറിയില്ല, അതോ കിടന്ന് പൊട്ടം കളിക്കുകയാണെന്നറിയില്ല. എന്തായാലും സൈനികരെ വിഷമിപ്പിച്ചാൽ അവർ പണി കൊടുക്കുമെന്നത് ഉറപ്പാണ്. നിലവിലെ ഷട്ട് ഡൗണിൽ ഫെഡറൽ ഗവൺമെന്റിൽ വ്യാപകമായ പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ആഴ്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ്, സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ എന്നിവ കൂട്ട പിരിച്ചുവിടലുകൾ നടത്തി. ഇനി അമേരിക്കയിൽ ഒരു പകർച്ചവ്യാധിയോ മറ്റെന്തെങ്കിലും രോഗമോ ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടാൽ അതിനെ പ്രതിരോധിക്കേണ്ട ജീവനക്കാരെയാണ് ഈ പിരിച്ചുവിട്ടിരിക്കുന്നത്. പിന്നെ ട്രംപ് മറ്റൊരു വാക്കുകൂടി പറഞ്ഞു, ഒരുതരം വെട്ടിനിരത്തൽ. ഡെമോക്രാറ്റുകൾ കൂടുതലായ സർക്കാർ വകുപ്പുകളിലാകും താൻ വെട്ടിനിരത്തൽ നടത്തുകയെന്ന്. ഇതോടെ ഡെമോക്രാറ്റുകൾക്ക് അതിലെ രാഷ്ട്രീയം മനസ്സിലായി. അപ്പോൾ അവർ തീരുമാനിച്ചു, എന്ത് തന്നെ വന്നാലും ട്രംപിന്റെ നേതൃത്വത്തിൽ ഈ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കില്ല. ഷട്ട് ഡൗൺ മാസങ്ങളോളം നീണ്ടാൽ കോൺഗ്രസ് ഉദ്യോഗസ്ഥർ, ഫെഡറൽ ജീവനക്കാർ, കരാറുകാർ എന്നിവർക്കെല്ലാം ശമ്പളം മുടങ്ങാനും വേതനം മുടങ്ങാനും കഷ്ടപ്പാടുകൾ സഹിക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് സെനറ്റ് ഹൗസിന്റെ റിപ്പോർട്ടുകളുണ്ട്. വൈറ്റ് ഹൗസ് അത്, പെന്റഗൺ അത്, അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ട്രംപിനൊരു കുലുക്കവുമില്ല. അതേസമയം ട്രംപ് രണ്ടാമത് US പ്രസിഡന്റ് സ്ഥാനമേറ്റപ്പോൾ തൊഴിലാളി യൂണിയനുകൾ വലിയ ആവശ്യത്തിലായിരുന്നു. അതേ യൂണിയനുകൾ ജോലി നഷ്ടപ്പെടുമെന്ന ഭീതി കടുത്തപ്പോൾ അവർ ട്രംപിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്.
ട്രംപ് വ്യാപകമായി ഉപയോഗിക്കുന്ന താരിഫുകൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇപ്പോൾ ട്രംപിനെതിരെ ഇതാ തൊഴിലാളി യൂണിയനുകളും തങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നതിനെയും വേതനം തടഞ്ഞു വെക്കുന്നതിനുമെതിരെ പിരിച്ചുവിടലിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. എന്തായാലും സെനറ്റ് വീണ്ടും ചേരുന്നുണ്ട് ഈ ആഴ്ച. ഫണ്ടിംഗ് ബില്ലിന്മേൽ വോട്ട് ചെയ്യാൻ സെനറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് 8ാമത്തെ തവണയാണ് സെനറ്റ് ഒന്ന് ശ്രമിക്കുന്നത്, ട്രംപിന്റെ റിപ്പബ്ലിക്കൻസ് ഒന്ന് ശ്രമിക്കുന്നത് ഫണ്ടൊന്ന് പാസ്സാക്കി കിട്ടാൻ. നവംബർ 1 ഒബാമ കെയറിന്റെ ഓപ്പൺ എൻറോൾമെന്റ് ആരംഭിക്കും. അപ്പോൾ ഈ സബ്സിഡി എടുത്തു കളഞ്ഞത് തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ അമേരിക്കക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് ഇരട്ടിയും അതിലിരട്ടിയുമാകും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ജനത ഭീതിയിലായിരിക്കുന്നത്. ട്രംപിന്റെ കാലത്ത് അമേരിക്കയിൽ താമസിക്കുന്നത് അത്ര സേഫ് അല്ലെന്ന്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച